ചിലപ്പോൾ ദാരുണമായ പലതും അന്നവിടെ സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ അനിൽ തോമസ് തൻ്റെ അനുഭവം പങ്കുവെക്കുന്നു യു ടേണിൽ. നമ്മുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഏകാന്തതകളിലും നൈരാശ്യങ്ങളിലും നമ്മോട് കൂട്ടുചേരുന്ന നെറുകയിൽ തലോടി ആശ്വസിപ്പിക്കുന്ന അമ്മയെക്കുറിച്ച് പരിശുദ്ധ മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ട ഒരു സന്ദർഭം. 2019 മെയ് മാസം കുവൈറ്റിൽ റമദാൻ സമയമാണ്. ഞങ്ങളുടെ ഇടവകയിൽ പള്ളിയുടെ പുറത്ത് മാതാവിൻ്റെ ഒരു കൊച്ചു ഗ്രോട്ടോയുണ്ട്. എന്നും കുർബാനയ്ക്ക് ശേഷം ഗ്രോട്ടോയിൽ പോയി പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. അന്നും കുടുംബത്തോടൊപ്പം അമ്മയ്ക്കരികിൽ പോയി പ്രാർത്ഥിച്ചു. കാറിൽ കയറി എല്ലാവരും ഒന്നിച്ച് എത്രയും ദയുള്ള മാതാവേ ചൊല്ലി വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിനടുത്തുള്ള യൂട്ടേണിൽ ഊഴം കാത്ത് കിടക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ ഒരു ശബ്ദം. വാഹനം നന്നായി ഒന്ന് കുലുങ്ങി. നൊയമ്പ് മുറിക്കുവാൻ വേണ്ടി ധൃതിയിൽ പോയ ഒരു കുവൈത്തി പൗരൻ്റെ വാഹനം എൻ്റെ കാറിൻ്റെ പിന്നിൽ ഇടിച്ചതാണ്. മുൻസീറ്റിൽ പൂർണ്ണഗർഭിണിയായ ഭാര്യ, പിറകിൽ 3 മക്കൾ. ഞാൻ എല്ലാവരെയും ഒന്ന് നോക്കി. പെട്ടെന്ന് ഒന്ന് ഞെട്ടിയെന്നല്ലാതെ ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല. പുറത്തിറങ്ങി നോക്കുമ്പോൾ കാണുന്നത് ഇടിച്ചയാളുടെ വാഹനത്തിൻ്റെ മുൻവശം പൂർണ്ണമായി തകർന്നിരിക്കുന്നു. എൻ്റെ കാറിൻ്റെ ബമ്പർ ഇളകിപ്പോയിരിക്കുന്നു. മാതാവ് ഞങ്ങളെയെല്ലാം, പ്രത്യേകിച്ച് ഗർഭിണിയായിരുന്ന ഭാര്യയെയും തൻ്റെ ഉള്ളം കയ്യിലെടുത്ത് സംരക്ഷിച്ചതാണെന്ന കാര്യം തീർച്ചയാണ്. ഞങ്ങളതിന്നും നന്ദിയോടെ ഓർക്കുന്നു. ഈയിടെ ദ ചോസൻ എന്ന വെബ് സീരീസ് കാണാനിടയായി. അതിൽ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കിയ ഈശോയോട് മാതാവ് പുഞ്ചിരിച്ചുകൊണ്ട് നന്ദി പറയുന്ന ഒരു രംഗമുണ്ട്. ഹൃദയസ്പർശിയായ ഒരു രംഗം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെയും സൂക്ഷ്മമായി മനസ്സിലാക്കുന്നൊരു വ്യക്തി, സഹായം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന മാത്രയിൽ തൻ്റെ പുത്രനോട് മാധ്യസ്ഥം പറയുന്ന സ്വർഗത്തിലെ നമ്മുടെ അഡ്വക്കേറ്റ്, ഒരു അദൃശ്യ സാന്നിധ്യമായി നമ്മോട് കൂടെ നടക്കുന്നവൾ, ഏത് കൂരിരുട്ടിലും നമ്മുടെ കൈകളിൽ മുറുകെ പിടിക്കുന്നവൾ. അതാണ് പരിശുദ്ധയമ്മ. ഏകാന്തതയുടെയും ഭയത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും നിമിഷങ്ങളിൽ അതൊരു ധൈര്യമാണ്. ആ പരിശുദ്ധ അമ്മയുടെ കൂട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും.